നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിലക്കയറ്റത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നതിനിടെ സാധാരണക്കാർക്ക് ഇരുട്ടടിയായി ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ചു. MP-യുടെ സ്നേഹാദരം 2500-ലധികം വിദ്യാർത്ഥികളെ അനുമോദിച്ച് സുരേഷ് ഗോപി. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമിയിൽ ആദരണീയം 2026 സംഘടിപ്പിച്ചു. KSU നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം പരിപാടി KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വിലക്കയറ്റത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നതിനിടെ സാധാരണക്കാർക്ക് ഇരുട്ടടിയായി ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടർ ഇന്ന് 29 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷം 2ാം തവണത്തെ വില വർധനയാണ് ഇത്. കഴിഞ്ഞ മാർച്ച് 7-ന് 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. 2025 ജൂണിൽ ഗാർഹിക സിലിണ്ടറിന് 860 ആയിരുന്നത് ഈ വർഷം ഇത്ര വരെ വർദ്ധിപ്പിച്ചത് 89 രൂപ. ഗാർഹിക സിലിണ്ടർ വിതരണത്തിന് നിയന്ത്രണം തുടരുന്നതിനിടെയാണ് ഒന്നിന് പിറകെ ഒന്നായി വില വർധന. ഗ്രാമങ്ങളിൽ 45 ദിവസവും നഗരങ്ങളിൽ 25 ദിവസവും കഴിഞ്ഞാലേ പുതിയ സിലിണ്ടർ ബുക്ക് ചെയ്യുവാൻ കഴിയൂ. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് LPG വിതരണം പ്രതിസന്ധിയിലായതോടെ വാണിജ്യ സിലിണ്ടറിനെ 1544 രൂപ കൂട്ടി. എന്നാൽ ഗാർഹിക സിലിണ്ടറിന് അത്രയും വില കൂട്ടിയില്ലല്ലോ എന്ന് ആശ്വസിക്കാനേ സാധാരണക്കാർക്ക് കഴിയൂ. MP-യുടെ സ്നേഹാദരം 2500-ലധികം വിദ്യാർത്ഥികളെ അനുമോദിച്ച് സുരേഷ് ഗോപി. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നിയോജക മണ്ഡലത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 2500-ലധികം വിദ്യാർത്ഥികളെ ആദരിക്കുന്ന MP-യുടെ സ്നേഹാദരം അനുമോദന ചടങ്ങ് തൃശൂർ ടൗൺ ഹാളിൽ നടന്നു. ചടങ്ങ് തൃശൂർ MP-യും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയും വിജയത്തിന് അടിത്തറയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ പുരോഗതിക്ക് യുവതലമുറയുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ നിർണായകമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു, സുജയ് സേനൻ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പൂർണിമ സുരേഷ്, സുധീഷ് മേനോത്ത് പറമ്പിൽ, സൗമ്യ സലീഷ്, ജില്ലാ ട്രഷറർ വിജയൻ മേപ്പറത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു. കൗൺസിലർമാരായ മുസ്താഫ് താഹ, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, പത്മിനി ഷാജി, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, AC മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട്, ന്യൂനപക്ഷ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, നിജി KG, ശീതൽ രാജ്, പ്രിയ അനിൽ, സീന ശശി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അനുമോദന ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉപഹാരങ്ങളും മെമന്റോകളും നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വൻ പങ്കാളിത്തമാണ് പരിപാടിയുടെ പ്രധാന ആകർഷണമായത്. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമിയിൽ ആദരണീയം 2026 സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ TG രവി ഉദ്ഘാടനം നിർവഹിച്ചു. എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി N കുമാരൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ട്രസ്റ്റ് രൂപീകരണത്തിൽ പങ്കാളികളായ സ്ഥാപകാംഗങ്ങളെയും ആദരിച്ചു. ട്രസ്റ്റ് അംഗങ്ങളായ PN രാമൻകുട്ടി, KK വിജയൻ, MK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അബദ്ധവശാൽ ഇന്ന് തന്നെ അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അയാളുടെ അനുഭവം എഴുതിയത് രാംപീഠം പറഞ്ഞു. നമുക്ക് അന്ന് ഇന്നിപ്പോൾ വലിയ സംഖ്യ മുന്നോട്ട് വന്ന് ഈ ആൾക്കാരും അവരുടെ അവര് ആ പ്രായമായ നമ്മളോടുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി പൊതുപേരുടെ പേരാണ് നോക്കി നമ്മളായിട്ട് ബന്ധമുള്ള ആൾക്കാരും അത് വലിയൊരു സന്തോഷമാണ് എന്നുള്ളതും വലിയൊരു സംഭവമാണ്. നിങ്ങളോട് പങ്കുവയ്ക്കാൻ പ്രത്യേകിച്ച് കുട്ടികളെ പങ്കുവയ്ക്കാൻ എനിക്ക് തോന്നി. കൗശിക്ക് IIT-യിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. 8000 രൂപയ്ക്ക് അച്ഛൻ ജോലി ചെയ്യുന്നു, അമ്മ
ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് 2000 രൂപ കിട്ടും. 10,000 രൂപ ഉണ്ട്. IIT പാസ്സാകും. KSU നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം പരിപാടി KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി റീജിയൻ കേര കർഷക കോപ്പറേറ്റീവ് മിനി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ KSU ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് നവനീത്, പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ, മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് A സേതുമാധവൻ, ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിത് ചാക്കോ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ VA കൃഷ്ണൻ, ഷേർലി മോഹൻ, സന്ധ്യ ശിവദാസൻ, ഗിരിജ മധുപൊതുവാൾ, കോൺഗ്രസ് നേതാക്കളായ TS ബിജു, TK ശശികുമാർ, റോണി കുര്യൻ, മിനി വിനോദ്, ബാൽമഞ്ച് ചെയർമാൻ ശരത്, ബാൽമഞ്ച് പ്രവർത്തകരായ അഭിരാമി, നികിത, സാംസ്കാരിക സാഹിത്യ ട്രഷറർ തിലകൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പഠനോപകരണ വിതരണവും ഉണ്ടായിരുന്നു. മരോട്ടിച്ചാൽ മേഖല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിജയോത്സവ് 2026 KPCC സെക്രട്ടറി ഷാജി ജെ കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. മരോട്ടിച്ചാൽ ഓർത്തഡോക്സ് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമെന്നത് പഠനവും ഉയർന്ന മാർക്കും വാങ്ങലും മാത്രമല്ല എന്നും പഠിക്കുന്ന കാര്യത്തിൽ മാത്രം A+ നേടിയ പോരാ എന്നും മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലും പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിലും സമൂഹത്തെയും സുഹൃത്തുക്കളെയും ചേർത്ത് നിർത്തുന്ന കാര്യത്തിലും A+ നേടുവാൻ കഴിയണമെന്നും എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയൂ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാജി ജെ കോടങ്കണ്ടത്ത് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TK ശ്രീനിവാസൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്ക സനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസി ബേബി, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റെജിൻ ജോർജ്, ആരുഷ് TA, പൗലോസ് ചെരടായി, ഷാൻസ് പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് തോമസ് കോളേജിൽ നിന്ന് കെമിസ്ട്രി ബിരുദത്തിൽ എല്ലാ വിഷയങ്ങളിലും മുഴുവൻ മാർക്ക് കരസ്ഥമാക്കിയ അനന്തലക്ഷ്മിയെയും ഈ കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഈ ചടങ്ങിലെത്തിയ കുട്ടികളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ നന്നായി പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് ഞാൻ വിജയിച്ചത്, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയത്, അല്ലെങ്കിൽ പകുതി A+ കിട്ടിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പഠനവും വിദ്യാഭ്യാസവും മാർക്ക് വാങ്ങലും മാത്രമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന തോന്നലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ആകെ കൂടി ചിന്ത എങ്ങനെ മാർക്ക് വാങ്ങാം, എങ്ങനെ നന്നായി പഠിക്കാം, മാർക്ക് വാങ്ങാം, മാർക്ക് വാങ്ങി എങ്ങനെ ഉന്നത വിദ്യാഭ്യാസം നേടാം, എങ്ങനെ നല്ലൊരു ജോലി നേടാം, എങ്ങനെ ജീവിതം സെക്യൂറാക്കാം എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളാണ്. എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിത്തത്തിൽ A+ വാങ്ങണം, നല്ല കാര്യം. ഒരുപാട് കഷ്ടപ്പെട്ട് A+ വാങ്ങിയാലേ മത്സര പരീക്ഷകളിൽ ജയിച്ച് ജീവിതത്തിൻ്റെ ഒരു ജോലി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടി നല്ല ജോലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ മാത്രം പോരാ A+. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ A+ വാങ്ങണം. പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ A+ കിട്ടണം. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ A+ കിട്ടണം. മറ്റ് സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ചേർത്ത് നിൽക്കുന്ന കാര്യത്തിൽ A+ വേണം. നിങ്ങളെ മനസ്സ് സ്നേഹം കൊണ്ടും അനുഭവം കൊണ്ടും A+ കൊണ്ട് നിറയണം. അങ്ങനെയുള്ള മക്കളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പലരും പഠനമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്ന് ചിന്തിക്കരുത്. നമ്മുടെ പെരുമാറ്റമായിരിക്കാം, നമ്മുടെ സ്വഭാവമായിരിക്കാം, നമ്മൾ സഹജീവികളോടുള്ള പെരുമാറ്റമായിരിക്കാം, അതിലൊക്കെ നിങ്ങൾ A+ കിട്ടി വരുന്ന മക്കളാകണം. തൃശൂർ കോർപ്പറേഷൻ പടവരാട് 27ാം ഡിവിഷനിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. തെക്കേ അഞ്ചേരി ശ്രീനാരായണ സേവാ സംഘം ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ K പ്രവീൺലാൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ വിശിഷ്ടാതിഥിയായിരുന്നു. റെനി ജോയ്, മുഹമ്മദ് ഷാഫി, ലിബിൻ റാഫീർ തുടങ്ങിയവർ സംസാരിച്ചു. പടവരാട് 27ാം ഡിവിഷനിലെ ഇന്നത്തെ വിദ്യാഭ്യാസ അവാർഡ് ഉദ്ഘാടനം നിർവഹിച്ച ആരാധ്യയായ തൃശ്ശൂരിലെ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അവർ, ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, പടവരാട് ഡിവിഷൻ്റെ കണ്ണിലുണ്ണിയുമായ നിങ്ങളുടെ പ്രിയങ്കരനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ
ശ്രീ പ്രവീൺ ലാൽ അതിഥിയാകാൻ എനിക്ക് സാധിച്ചു എന്നതിൽ അതിയായ ആത്മസംതൃപ്തിയിലാണ് ഞാൻ ഈ യോഗത്തിൻ്റെ വേദി പങ്കിടുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഞാൻ സെൻറ്റ് റാഫേൽ സ്കൂളിലാണ് 5ാം ക്ലാസ് മുതൽ പഠിച്ചത്. ഈ റോട്ടിലൂടെ സൈക്കിൾ ഓടിച്ചും നടന്നും ഒക്കെ പോയ ഒരു കാലഘട്ടം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ. പാർട്ടി പ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് ഏറ്റുവാങ്ങി ഷീല അലക്സ് യാത്രയായി. അന്തരിച്ച CPIM നേതാവും CITU അഖിലേന്ത്യാ നേതാവുമായ ഷീല അലക്സിനെ പാർട്ടി പ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ്. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടുകൂടി ഷീല അലക്സിന്റെ ഭൗതിക ശരീരം CPM പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി ഓഫീസായ AKG മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ജില്ലാ നേതാവ് MK കണ്ണൻ, പുതുക്കാട് MLA KK രാമചന്ദ്രൻ തുടങ്ങി ഏരിയ കമ്മിറ്റി നേതാക്കളും ലോക്കൽ കമ്മിറ്റി നേതാക്കളും CPM പ്രവർത്തകരും ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. തുടർന്ന് 10 മണിയോടുകൂടി പാണഞ്ചേരി പഞ്ചായത്തിൽ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തിച്ചേർന്നു. തുടർന്ന് അരമണിക്കൂറോളം പൊതുദർശനം. കഴിഞ്ഞ 5 വർഷം ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെ കളിച്ചും ചിരിച്ചും തങ്ങളോട് ഇടപെട്ട തങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പറുടെ ചേതനയേറ്റ ശരീരം കാണുവാൻ പഞ്ചായത്ത് ജീവനക്കാരടക്കം കാത്തു നിൽക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ, മറ്റ് ജനപ്രതിനിധികൾ അടക്കം ഭൗതിക ശരീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒല്ലൂർ MLA K രാജൻ പഞ്ചായത്തിലെത്തി മൃതശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് അന്തിമ അഭിവാദ്യമർപ്പിച്ചു. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിലെ പഞ്ചായത്ത് മെമ്പറും ഷീല അലക്സിനെ സഹോദരി തുല്യായി കാണുന്ന സാവിത്രി സദാനന്ദന്റെ സങ്കടം താങ്ങുവാനാകാതെയുള്ള അവസ്ഥ ഏവരെയും കണ്ണീരിലാഴ്ത്തി. കോൺഗ്രസ് നേതാക്കളായ ലീലാമ്മ ടീച്ചർ, KC അഭിലാഷ്, ബാബു തോമസ്, സജി താനിക്കൽ, KP എൽദോസ്, ഷിജോ P ചാക്കോ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ശേഷം വാണിയമ്പാറ കൊമ്പഴയിലെ വസതിയിലേക്ക് CPM നേതാക്കളും ആത്മരാഷ്ട്രീയ സുഹൃത്തുക്കളുമായ മാത്യു നൈനാൻ, മനു പുതിയമഠം, KK ഷുജൻ, KV ചന്ദ്രൻ, VC സുജിത്, PV സുധേവൻ, CPI നേതാവ് സനിൽ വാണിയമ്പാറ തുടങ്ങിയവർ ഭൗതിക ശരീരത്തിനൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് 3 മണിക്ക് ശേഷം കൊമ്പഴ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ ഭൗതിക ശരീരം സംസ്കരിച്ചു. ഇന്നലെ പുലർച്ചെ കേട്ടത് ഹൃദയം പിളർക്കുന്ന വേദനയോടെയാണ്. ഞാൻ MLA ആയിട്ടുള്ള 10 വർഷക്കാലവും 2 തവണയും ഗ്രാമപഞ്ചായത്ത് മെമ്പറായും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടും ഷീലേച്ചി ജനപ്രതിനിധിയായിട്ടും ഒപ്പം ഉണ്ടായിരുന്നു. ഈ നാടുമായി ബന്ധപ്പെട്ട എത്രയോ വികസന പ്രവർത്തനങ്ങളിൽ, ദേശീയപാത ഉൾപ്പെടെയുള്ള എത്രയോ പ്രക്ഷോഭ പരിപാടികളിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തന്നെ കൂട്ടായ ഇടപെടലുകളിൽ, വിവിധ തലങ്ങളിൽ നാം പങ്കെടുത്തിട്ടുള്ള ആഘോഷങ്ങളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട സംഘാടകയായി ഒരു ഘട്ടത്തിലും പരിഭവത്തിൻ്റെ പ്രതിനിധിയല്ലാതെ എപ്പോഴും സന്തോഷത്തോടെ പെരുമാറിയിരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരിയാണ് നഷ്ടപ്പെട്ടത്. പറയുവാൻ വാക്കുകളില്ലാത്ത വിധത്തിലുള്ള ആത്മബന്ധമാണ്. മിനിഞ്ഞാന്ന് ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ചുവന്നമണ്ണിലെ ഡിവൈഡർ നീക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഞങ്ങൾ ഷീലേച്ചിയെ വിളിച്ചു. കൊമ്പഴയിൽ ദേശീയപാത അതോറിറ്റി കെട്ടിത്തന്നു എന്ന് പറഞ്ഞ ഒരു കോൺക്രീറ്റിൻ്റെ ഭാഗമായി വെള്ളം കൃഷിയിടത്തിലേക്ക് കിടക്കുന്ന സ്ഥിതി തീർന്നു എന്നറിയാനാണ്. മിനിറ്റുകൾക്കകം അവരതിൻ്റെ ക്യാമറ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തന്നു. അടുത്ത ദിവസങ്ങളിൽ വരെ കാണുകയും ഇടപെടുകയും ഇടതടവില്ലാത്ത വിധം ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന വളരെ പ്രിയപ്പെട്ട ഒരു സഖാവും സുഹൃത്തും സഹോദരിയുമൊക്കെയായിരുന്നു ഷീല അലക്സ്. പകരം വയ്ക്കാൻ ആളില്ലാത്ത വിധം ജനങ്ങളോട് ഏറ്റവും താഴെക്കിടയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ഒരു സാധാരണ പാർട്ടി മെമ്പർ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച് ഏറ്റവും താഴെക്കിടയിലുള്ള തൊഴിലാളികളുടെ
പ്രതിനിധിയായി വന്ന് ഇന്ന് CITUവിൻ്റെ നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡൻറ്റും അതോടൊപ്പം മഹിളാ പ്രസ്ഥാനത്തിൻ്റെ നിർമ്മാണ തൊഴിലാളികളുടെ മഹിളാ സബ് കമ്മിറ്റിയുടെ ദേശീയ കൺവീനറുമായിരുന്നു ഷീല അലക്സ്. പലപ്പോഴും കേരളം വിട്ടിട്ടുള്ള പല യോഗങ്ങളിലും അവർ പോകും. അവിടെ നിന്ന് പോലും അത്ഭുതങ്ങൾ കാണുമ്പോഴും അഭിമാനകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അപ്പോൾ വിളിക്കും. ആ ചിത്രങ്ങളെല്ലാം അയച്ചു തരും. ദേശീയ ഭാരവാഹിയായി CITU പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വ നിരയിലേക്ക് ഏറ്റവും താഴെക്കടയിൽ നിന്ന് ഷീല അലക്സ് കടന്നു വന്നത് കഠിനമായ പരിശ്രമം കൊണ്ടും എല്ലാ കാര്യവും എത്തിപ്പിടിക്കണം എന്ന ആത്മനിഷ്ഠ കൊണ്ടുമാണ്. പറയുവാൻ വാക്കുകളില്ലാത്ത വിധം ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ്, സഹപ്രവർത്തകയാണ് നഷ്ടപ്പെട്ടത്. വാക്കുകളില്ലാത്ത വിധത്തിലുള്ള പ്രയാസമുണ്ട്. എല്ലാ ആദരാഞ്ജലികളും കുടുംബത്തിനോടും പാർട്ടിയോടും പ്രസ്ഥാനത്തിനോടും ഒക്കെ ഉണ്ടായ നഷ്ടങ്ങളിലെല്ലാം ആദരാഞ്ജലികളും രേഖപ്പെടുത്തും. ഷീല അലക്സിൻ്റെ മരണം അത് അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് പാകപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഏതാണ്ടൊരു 3 മണിയോട് കൂടിയാണ് ഷീലയുടെ ഭർത്താവിൻ്റെ അനിയൻ സണ്ണി വിളിക്കുന്നത്, ഷീല ചേച്ചി അനക്കമില്ലാതെ കിടക്കുന്നു എന്ന്. ആ രാത്രിയിൽ തന്നെ ഓടിയെത്തിയപ്പം വളരെ പുഞ്ചിരിയോടുകൂടി വളരെ സൗമ്യമായ മുഖത്താൽ കിടക്കുകയാണ്. പക്ഷെങ്കിൽ അനക്കമില്ല. ഞങ്ങളപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി PGCയിലെത്തി. ഡോക്ടർ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ഇത് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ആണ് തന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചോളം ഷീല ഒപ്പം നിന്ന് പ്രവർത്തിച്ച ഒരുപാട് മേഖലകളിലെ ജനങ്ങളിങ്ങനെ വരികയാണ്. അവർക്കൊക്കെ ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായി അവർക്കൊന്നും ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ നാട്ടിൽ ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ CPIM പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തക എന്ന നിലയ്ക്ക് ഗ്രൂപ്പിലേക്ക് വരികയും തുടർന്ന് ഒരു പ്രത്യേക സ്വഭാവസവിശേഷമുണ്ട്. ആരോടും പിണക്കമില്ലാതെ എന്തിലും സഹകരിച്ചൊപ്പം നിൽക്കുന്ന വലിയൊരു മനസ്സ്. അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്ര 2020 പ്രവർത്തനം തുടങ്ങി 26 വർഷം പിന്നിടുമ്പോൾ CITUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതേപോലെ തന്നെ നിർമ്മാണ തൊഴിലാളികളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരിൽ ഒരാളായും ഉയർന്നു. ആ വിഭാഗത്തിലെ തന്നെ വനിതാ വിങ്ങിൻ്റെ അഖിലേന്ത്യാ കൺവീനറാണ്. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തൃശൂർ ജനറൽ ഹോസ്പിറ്റലും BDK തൃശൂരുമായി സഹകരിച്ച് സമസ്ത ഏവന്നൂർ സംഘടിപ്പിച്ച ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ 40ഓളം പേർ രക്തദാനം നടത്തി. മണ്ണുത്തി മുല്ലക്കര ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സെന്റ് തോമസ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ CA ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു. റെക്ടർ ആൻഡ് മാനേജർ ഫാദർ ജോയ്സ് തോണിക്കുഴിയിൽ, പ്രിൻസിപ്പൽ ഫാദർ ടോമി ചിറക്കൽ, പ്രധാന അധ്യാപിക ഷാലറ്റ് A, ഗബ്രിയേൽ, PTA പ്രസിഡന്റ് CD റോയ്, കോർഡിനേറ്റർ ബിന്ദു P, മിനി PC തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, എല്ലാവർക്കും തന്നെ പരിചയമുള്ള സ്കൂളാണ്. ഏകദേശം 57 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്കൂളാണ്. സാറ് പറഞ്ഞതുപോലെ അനേകം വ്യക്തികൾ ഈ ഡോൺ ബോസ്കോ സ്ഥാപനത്തിൽ പഠിച്ച് പുറത്തിറങ്ങി ഉന്നത തലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാവരും നമുക്കൊരു മാതൃകയാണ്. നമ്മൾ സാധാരണ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് വരുമ്പം പലപ്പോഴും പല രീതിയിലുള്ള ആകാംക്ഷകളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയായിത്തീരും, നന്നായി പഠിക്കുമോ, നന്നായി ബിഹേവ് ചെയ്യുമോ, നല്ല ക്യാരക്ടർ ഫോർമേഷൻ കിട്ടുമോ എന്നുള്ള ചിന്ത. തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ ഈ സെക്കൻഡ് എന്നാണ്. തീർച്ചയായും ഇന്ന് തിരഞ്ഞെടുത്തതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും SSLCയിലും +2-ലും ഉന്നതമായ വിദ്യാഭ്യാസവും ഉന്നതമായ വിജയവും നമുക്കുണ്ടായി. എല്ലാ വർഷത്തേക്കാളും ഉപരിയായി +2-ന് നല്ല റിസൾട്ട് ഈ വർഷം കിട്ടുകയും 100% എല്ലാ കുട്ടികളും +1-ലെയും SSLCയിലെയും മക്കൾ പാസ്സാവുകയും ചെയ്തു. കനത്ത കാറ്റും മഴയും കോവൽ കൃഷി നിലംപൊത്തി. 2 ദിവസം മുൻപുണ്ടായ കനത്ത കാറ്റിലും മഴയിലും പെട്ട് കോവൽ കൃഷി നിലംപൊത്തി. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പയ്യന്നം കാവിയത്ത് രാജുവിന്റെ വീടിനോട് ചേർന്ന 1/2 ഏക്കർ കൃഷിയിടത്തിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കോവൽ കൃഷിയാണ് കാറ്റിലും മഴയിലും പെട്ട് നിലംപൊത്തിയത്. പ്രദേശത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KC അഭിലാഷ് സ്ഥലം സന്ദർശിച്ചു. ആഴ്ചയിൽ 200 കിലോയോളം ഫലം ലഭിക്കാറുണ്ട് എന്നും ഇത് തൊട്ടടുത്ത കടകളിൽ കൊടുക്കാറാണ് പതിവ് എന്നും ഏകദേശം 50,000 രൂപ നഷ്ടം സംഭവിച്ചതായും കൃഷി ഓഫീസിൽ പരാതി നൽകിയതായും രാജു കാവ്യത് പറഞ്ഞു. കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുവാൻ പറ്റുക എന്ന് ചർച്ച ചെയ്ത് ഉചിതമായ നടപടി കൈക്കൊള്ളണമെന്ന് KC അഭിലാഷ് പറഞ്ഞു. എൻ്റെ ഒരു 1/2 ഏക്കറോളം വരുന്ന കോവൽപ്പന്തലേ ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പുള്ള കാറ്റിലും മഴയത്തും നിലം പൊത്തി ആകെ തവിടുപൊടിയായി. അപ്പോൾ നല്ല കായഫലം ഒരാഴ്ചയിൽ ഒരു 200 കിലോ നമുക്ക് കിട്ടുന്നതായിരുന്നു. പക്ഷേ അത് മുഴുവൻ നശിച്ചു പോയി ഈ കാറ്റിലും മഴയത്ത്. ഒരു ചെറിയൊരു കാറ്റും ഇപ്പോൾ കണ്ടില്ലേ, മറ്റേ ഇതിൽ വാഴയും ഒക്കെ ഒടിഞ്ഞ് അതിലേക്ക് വീണ് പന്തൽ മൊത്തം നാശമായി പോവുകയാണ് ചെയ്തത്. ഇത് കൃഷി ഒറ്റയ്ക്കാണോ ചെയ്യണത്? ആരെങ്കിലും സഹായത്തിനുണ്ടോ? ഇല്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്യണേ. എത്ര രൂപ ചെലവാക്കി ഇതിലിപ്പോ ഒരു 10-25,000 നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്.
ഈ പന്തലിടലും പണിക്കാരും കാര്യങ്ങളും വളവും കാര്യങ്ങളും ഒക്കെ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അപൂർവം ചില വെറൈറ്റി കൃഷികൾ നൂതനമായ രീതിയിൽ ചെയ്യുന്ന കർഷകരിൽ ഒരാളാണ് പ്രിയപ്പെട്ട രാജു കാവ്യത്ത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഒരുപാട് സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നു. കർഷകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അത് നമ്മുടെ പ്രദേശത്തൊക്കെ അറിയാവുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ബാങ്ക് ലോൺ എടുത്ത് ഒരു കർഷകൻ്റെ കുടുംബത്തെ പരിപാലിക്കുന്നതിനൊപ്പം തന്നെ ലോൺ അടയ്ക്കാൻ വരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായ കാറ്റിലും മഴയിലും തൻ്റെ ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടത്തിൽ ഇപ്പോൾ കോവൽ കൃഷിയാണ് തകർന്ന് തരിപ്പണമായത്. ഇതിൽ അടിയന്തരമായി കൃഷി ഓഫീസും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും ഒക്കെ ഇടപെട്ട് ഉചിതമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ട കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുകൂടി അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. തൃശൂർ ലത്തീൻ പള്ളി ഊട്ടുതിരുനാൾ ജൂൺ 9. തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ പള്ളിയിൽ തിരുഹൃദയത്തിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും ഊട്ടുതിരുനാൾ രാവിലെ 5:30 ദിവ്യബലിയോടെ ആരംഭിച്ച് രാത്രി 9 മണിയുടെ കൃതജ്ഞതാ ദിവ്യബലിയോടെ പര്യവസാനിക്കും. രാവിലെ 10:30 പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ റവറൻ ഫാദർ ഡോക്ടർ അബ്രോസ് പുത്തൻവേട്ടിൽ പിതാവും വൈകിട്ട് 4:30 തൃശൂർ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാർ ടോണി നീലങ്കാവിൽ പിതാവും നേതൃത്വം നൽകും. 2 ലക്ഷം പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കുന്നത്. പാർക്കിങ്ങിനായി അടുത്ത ദേവാലയങ്ങളിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കൂടാതെ ഇക്കണ്ടവാരി റോഡ് ചിറ്റിലപ്പള്ളി ഗ്രൗണ്ട്, ജോസ് ആലുക്കാസ് ഗ്രൗണ്ട്, കോർപ്പറേഷൻ പാർക്കിംഗ് ഗ്രൗണ്ട് സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേകം പോലീസ് വിഭാഗം QR കോഡ് സ്കാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തൃശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം വളണ്ടിയർമാർ അണിനിരക്കുന്ന മഹാവിരുന്നിലേക്കായി സ്നേഹപൂർവ്വം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസി സമൂഹം ഒന്നായി ചേർന്ന് നടത്തുന്ന ഈ തിരുനാളിന്റെ ഭാഗമായി മുൻ വർഷങ്ങളേക്കാൾ അധികമായി നിർധന രോഗികൾക്കുള്ള ധനസഹായവും ഡയാലിസിസ് ഫണ്ടും ഭവന നിർമ്മാണ സഹായവും നൽകി ഈ തിരുനാൾ കാരുണ്യ തിരുനാളായി മാറ്റുകയാണ്. തിരുനാളിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും തിരുനാൾ കമ്മിറ്റിക്ക് വേണ്ടി പള്ളി വികാരി റവറൻ ഫാദർ ഷൈജൻ കളത്തിലും സഹവികാരി റവറൻ ഫാദർ അജയ് പുത്തൻ പറമ്പിലും ജനറൽ കൺവീനർ ബ്രിസ്റ്റോ തൈപ്പാട്ടത്തും ജോയിന്റ് ജനറൽ കൺവീനർമാരുമായ ജോൺലി മാത്യു, അനിൽ മണിത്തോട്ടം, ഡാഫി ആന്റണി തുടങ്ങിയവർ നേരുകയുണ്ടായി. നിറപ്പൊലിമ ഓണക്കനി പദ്ധതിക്ക് തുടക്കമായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങളെ കാർഷിക സമൃദ്ധിയുമായി ബന്ധിപ്പിക്കുന്ന നിറപ്പൊലിമ ഓണക്കനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഭാഗമായി ചെണ്ടുമല്ലി, പച്ചക്കറി, കുറ്റിമുല്ല തൈകളുടെ വിതരണവും ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം MLA സേവ്യാർ ചിറ്റിലപ്പള്ളി പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ മേരി ഡേവിസ് സ്വാഗതം ആശംസിച്ചു. ഓണത്തോടനുബന്ധിച്ച് വീടുകളിലും അയൽക്കൂട്ട തലങ്ങളിലും പൂച്ചെടികളും പച്ചക്കറികളും വ്യാപകമായി കൃഷി ചെയ്ത് കാർഷിക സ്വയം പര്യാപ്തത കൈവരിക്കുകയെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് K. ദീപക് പദ്ധതി വിശദീകരണത്തിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EV ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയസൂര്യ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രോഗ്രാം മാനേജർ ദീപ, മെമ്പർ സെക്രട്ടറി, ബ്ലോക്ക് കോർഡിനേറ്റർമാരായ ഗ്രീഷ്മ, അമ്പിളി, അഗ്രി CRP സാലി വർഗീസ്, അക്കൗണ്ടന്റ് മഞ്ജുള, CDS അംഗങ്ങൾ, ADS ഭാരവാഹികൾ, JLG അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. CDS വൈസ് ചെയർപേഴ്സൺ സ്മിത ബിജു നന്ദി രേഖപ്പെടുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മലമ്പാമ്പിനെ പിടിച്ച് ഫോറസ്റ്റിന് കൈമാറി. കോലഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു തിരൂർ ഫീൽഡ് നഗർ ജനവാസ കേന്ദ്രത്തിൽ കണ്ടെത്തിയ പാമ്പിനെ സാഹസികമായി പിടികൂടി വനപാലകർക്ക് കൈമാറി. മെമ്പർ സനിത സന്തോഷിന്റെ വാർഡിലാണ് പാമ്പിനെ രാത്രിയിൽ കണ്ടെത്തിയത്. സനിത സന്തോഷും CT ഡെന്നി, ലിൻസൻ തിരൂർ പ്രദേശവാസികളുമൊപ്പം ഉണ്ടായിരുന്നു. വ്യാപാരിയെ വഴിയിൽ തടഞ്ഞു നിർത്തി 2.5 പവന്റെ മാല കവർച്ച ചെയ്ത കേസ്. വധശ്രമ കേസിൽ പ്രതിയായ അഖിൽ നാസും കൂട്ടാളിയും റിമാൻഡിൽ. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്.
രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയോധികനായ വ്യാപാരിയുടെ മാല പൊട്ടിച്ച കേസിൽ 2 യുവാക്കളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിയമ്പലം സ്വദേശി മുന്നാക്കം പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അസ്ലം, കൂരിക്കുഴി സ്വദേശി വൈപ്പിൽപ്പാടത്ത് വീട്ടിൽ അഖിൽ നാസ് എന്നിവരെയാണ് പിടിയിലായത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ചന്ദ്രാപിന്നി സെന്ററിൽ കൂൾ ഡ്രിങ്ക്സ്, മിഠായികൾ, സ്പോർട്സ് ഐറ്റംസ്, സിഗരറ്റ് എന്നിവ വിൽക്കുന്ന ചെറിയ കട നടത്തുന്ന ചന്ദ്രാപിന്നി കോലന്തറ സ്വദേശി മനോഹരൻ എന്നയാളുടെ മാലയാണ് പ്രതികൾ കവർന്നത്. കഴിഞ്ഞ ദിവസം രാത്രി കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന മനോഹരനെ പ്രതികൾ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തുകയും കഴുത്തിലുണ്ടായിരുന്ന 2.5 പവന്റെ സ്വർണ്ണമാല ബലമായി പൊട്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കൂർക്കഞ്ചേരി കുറുപ്പം റോഡിൽ കാന നിർമ്മാണം തുടങ്ങി. വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. കുറുക്കഞ്ചേരി കുറുപ്പം റോഡിൽ മഴക്കാലങ്ങളിൽ പതിവായി അനുഭവപ്പെടുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായി തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നടപ്പാക്കുന്ന കാന നിർമ്മാണ പദ്ധതിക്ക് തുടക്കമായി. റോഡിന്റെ ഇരുവശങ്ങളിലുമായി ആധുനിക രീതിയിൽ കാന നിർമ്മിക്കുന്നതിലൂടെ മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനും പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ പേയ്മെന്റ് ക്വാളിറ്റി കോൺക്രീറ്റ് റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് കാന നിർമ്മാണവും നടക്കുന്നത്. വെള്ളക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുവാൻ കഴിയുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പദ്ധതിയുടെ ഉദ്ഘാടനം 2026 ജൂൺ 6 വൈകിട്ട് 4 മണിക്ക് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. മാരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സന്തോഷ് ടിആർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ഷീന ചന്ദ്രൻ, കരോളി ജോഷ, ജേക്കബ് പുലിക്കോട്ടിൽ, മേഫി ഡെൽസൺ, ഗോപാലകൃഷ്ണൻ, ഡിവിഷൻ കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, പ്രതിപക്ഷ നേതാവ് ടി.ആർ. ഹിരൺ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഷൈബി ജോർജ്, മറ്റ് കൗൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുറുക്കഞ്ചേരി കുറുപ്പം റോഡിലെ വെള്ളക്കെട്ട് പ്രശ്നത്തിന് വലിയ തോതിൽ പരിഹാരമാകുമെന്നും കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇന്ന് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി കനത്ത മഴയാണ് ലഭിച്ചത്. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനമുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ ഇടുക്കിയിലും മലപ്പുറത്തും അതിശക്തമായ മഴ ലഭിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിലക്കയറ്റത്തിൽപ്പെട്ട് നട്ടം തിരിയുന്നതിനിടെ സാധാരണക്കാർക്ക് ഇരുട്ടടിയായി ഗാർഹിക പാചക വാതക സിലിണ്ടറുകൾക്കും വില വർദ്ധിപ്പിച്ചു. എംപിയുടെ സ്നേഹാദരം 2500-ലധികം വിദ്യാർത്ഥികളെ അനുമോദിച്ച് സുരേഷ് ഗോപി. എഴുത്തച്ഛൻ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നതിനായി കേരള സാഹിത്യ അക്കാദമിയിൽ ആദരണീയം 2026 സംഘടിപ്പിച്ചു. KSU നടത്തറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആദരണീയം പരിപാടി KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.